ഹേ ഹായ് ഗൈസ് അവതാർ 1-2 തുടർന്ന് ഇനി വരാനിരിക്കുന്ന മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. സോ ഈ മൂവിയിൽ കാണിച്ച ആഷ് പീപ്പിളിനെ പറ്റി അത്ര വലിയ ധാരണയൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഇവരുടെ ഓറിജിൻ എന്താണ്, നമ്മുടെ ഒംറ്റിക്കായ് നാവീസും ഈ ഹാഷ് നാവീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാൻ്റെ പേരാണ് മാംഗോൺ. ഈ മാംഗോണിന്റെ അർത്ഥം എന്താണെന്നൊന്നും എവിടെയും പറയുന്നില്ല. ബട്ട് നമ്മൾ അറിഞ്ഞിടത്തോളം ഈ പേരിന്റെ അർത്ഥം ഹാഷ്, ചാരം എന്നൊക്കെ നമുക്ക് പറയാം. സോ അപ്പോൾ നമുക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എന്തിനാണ് ഇവർ ഇത്രയും ബ്രൂട്ടലായിട്ടും ഇത്ര ടെററായിട്ടും ലൈക്ക് ഫുൾ വയലൻസ് നിറഞ്ഞൊരു ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അത് എന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഹാഷ് പീപ്പിൾസ് ഒരു ആക്റ്റീവ് ആൾക്കനന്റെ അടുത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ബട്ട് ഇവരുടെ തുടക്കം ഇതാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇവരും നമ്മുടെ ജാക്സിലി, നെത്തിരിയൊക്കെ പോലെ ഒരു ഒംറ്റിക്കായ പീപ്പിൾസ് തന്നെയായിരുന്നു. സെയിം ഇവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയായിരുന്നു തുടക്കത്തിൽ ഈ ഹാഷ് പീപ്പിളും ജീവിച്ചിരുന്നത്. ഈ ഹാഷ് പീപ്പിൾസിനും ആദ്യകാലത്ത് എല്ലാം ഉണ്ടായിരുന്നു, ലൈക്ക് പ്രകൃതി, എയ്വേർഡുള്ള ഒരു കണക്ഷൻ, ഹോം ട്രീനെ പറ്റി അറിയാലോ. അവതാർ വന്ന് കാണിക്കില്ലേ ഒരു വലിയ മരം, നമുക്ക് വീടൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് ആ മരം. പക്ഷെ ഒരു ദിവസം ഇവരുടെ ഹോം ട്രീയുടെ അടുത്തുള്ള വാൽക്കനോ, അഗ്നിപർവ്വതം ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. അവതാർ വണ്ണിലെ ഒംറ്റിക്കായ പീപ്പിൾസിന്റെ ഹോം ട്രീ നമ്മുടെ RDA സെക്യൂരിറ്റി ഫോഴ്സും കേണൽ കോറേജും നശിപ്പിക്കില്ലേ, അതുപോലെ അവിടെ മനുഷ്യന്മാരെ അത് നശിപ്പിച്ചെങ്കിൽ ഇവിടെ പ്രകൃതി ഇവരുടെ ഹോം ട്രീ നശിപ്പിച്ചു. സോ ഇതിൽ രക്ഷപ്പെട്ട കുറച്ച് നാവീസാണ് ഇപ്പോൾ ഉള്ള മാംഗോൺ ക്ലാൻ. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിലും താഴെയും ഞാൻ കൊടുക്കാം.